അനുഭാവികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല, NGO അസോസിയേഷന്റെ പ്രവർത്തകരോ KPSTയുടെ പ്രവർത്തകരോ അങ്ങനെ UDFനോട് ആഭിമുഖ്യമുള്ള ആളുകൾ മാത്രമല്ല, ജോയിന്റ് കൌൺസിലിന് പോലും സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുമാത്രമല്ല, ഞാൻ ഒരു കാര്യം പറയുന്നു, സമരത്തിന് ഇവിടെ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും NGO യൂണിയൻകാരന്റെ മനസ്സും ഈ സമരത്തിനൊപ്പം തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഈ ആവശ്യങ്ങൾ വായിക്കുന്ന ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യം, കേരളം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടിശ്ശിക സർക്കാരാണ് എന്നുള്ള കാര്യത്തിന് കണക്കുകൾ കൃത്യമായി വ്യക്തത വരുത്തുന്നുണ്ട്. ഈ ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടല്ലേ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന ഒരവസ്ഥ ഈ നാട്ടിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. നമ്മൾ ലോൺ എടുത്താൽ ഗഡുക്കളായി തിരിച്ചടക്കാറുണ്ട്. ജീവനക്കാരുടെ ശമ്പളം ഗഡുക്കളായി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ആരാണ് ഈ നാടിനെ മാറ്റിയത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 103 മാസത്തെ ഭരണകാലത്തിൽ 1078 മാസത്തെ ഡിഎയും കുടിശ്ശികയായിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ കൊടുത്തതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് കുടിശ്ശിക എന്ന് പറയുമ്പോൾ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുടിശ്ശിക സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇനി ജീവനക്കാർക്ക് മാത്രമല്ല, പാവപ്പെട്ടവന്റെ പെൻഷൻ നോക്കിയാൽ അതും കുടിശ്ശികയാണ്. ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ അതും കുടിശ്ശികയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സർവ്വവിധ ആനുകൂല്യങ്ങളും ചികിത്സാധന സഹായങ്ങളും എല്ലാം കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. കുട്ടികളുടെ സ്കോളർഷിപ്പ് നോക്കിയാൽ അതും കുടിശ്ശികയാണ്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ അതും കുടിശ്ശികയാണ്. ഉച്ചഭക്ഷണത്തിന് അതിന്റെ പൈസ നോക്കിയാൽ അതും കുടിശ്ശികയാണ്. നിങ്ങൾക്കറിയാം, പാവപ്പെട്ട പാചക തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ശമ്പളം അതും കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക സർക്കാരിൽ നിന്ന് നാട്ടിലെ ജനത ഒരു മോചനം ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടത്തേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട ജനങ്ങൾ തിരിച്ചറിയാൻ ഒരു കാര്യം, ഇത് പണിമുടക്കാനുള്ള ആഗ്രഹം കൊണ്ട് നടത്തുന്നതല്ല, പണിയെടുക്കാൻ സർക്കാർ അനുവദിക്കാത്തതുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിന് സെറ്റോക്ക് നേതൃത്വം നൽകേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ ഇതിനൊക്കെയാണ് മുടക്കമുള്ളൂ. ഇത്തരം കാര്യങ്ങളിലൊക്കെ മുടക്കമുള്ളൂ. ജനങ്ങളുടെ കാര്യത്തിൽ മുടക്കം, ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മുടക്കം, അധ്യാപകരുടെ കാര്യത്തിൽ മുടക്കം, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മുടക്കം. സർക്കാരിന് ജനങ്ങളെക്കാൾ, വിദ്യാർത്ഥികളെക്കാൾ, അധ്യാപകരെക്കാൾ താൽപര്യം ക്രിമിനലുകളോടാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇതിന് കൊടുക്കാൻ പണമില്ലെങ്കിലും പെരിയ കൊലക്കേസിലെ പ്രതികൾക്ക് ഉൾപ്പെടെ വേണ്ടി കേസ് വാദിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീലിനെ കൊണ്ടുവരാൻ സിറ്റിംഗിന് ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കാൻ ഈ ഗവൺമെന്റിന് ഒരു മടിയുമില്ല. സർക്കാർ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ വാചകം സർക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ കൂടെ ഉണ്ടോ? സർക്കാർ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ PG വെയിറ്റേജിന്റെ പ്രശ്നം പരിഹരിച്ചോ? ഇവിടുത്തെ ക്ഷാമബത്തയുടെ പ്രശ്നം പരിഹരിച്ചോ? പങ്കാളിത്ത പെൻഷനെ പറ്റി മറിഞ്ഞിരുന്ന മുൻ നിലപാടുകൾ ഇപ്പൊ എന്താണ്? ആലോചിച്ചു നോക്കുക. ഉദ്യോഗസ്ഥരുടെ കൂടെ സർക്കാരുണ്ടോ? പെൻഷൻ എണ്ണി വാങ്ങേണ്ട സാധാരണ ജനങ്ങളുടെ കൂടെ സർക്കാരുണ്ടോ? പാചക തൊഴിലാളികളുടെ കൂടെയുണ്ടോ? ക്ഷേമനിധിയിലേക്ക് ആനുകൂല്യങ്ങൾ അടക്കുന്ന നിർമ്മാണ തൊഴിലാളികളുടെ കൂടെയുണ്ടോ? അവരുടെ ആരുടെയും കൂടെ സർക്കാരില്ല. സർക്കാർ ക്രിമിനലുകൾക്കൊപ്പം മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള സമരമല്ല, ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ സമയബന്ധിതമായി കൊടുക്കാൻ പ്രയത്നം ചെയ്യുന്ന ഒരു വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ച കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ വിരുദ്ധ ജനവിരുദ്ധ സർക്കാരാണ് ഇപ്പോ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ആവശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഞാൻ നോട്ടീസ് ഒന്ന് എടുത്തു നോക്കുകയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം മുടക്കി, ശമ്പളം ഗഡുക്കളാക്കി നൽകേണ്ട അവസ്ഥയുണ്ടാക്കി. DA കുടിശ്ശിക 6 ഗഡു അല്ലേ? 6 ഗഡു DA കുടിശ്ശിക നിൽക്കുന്നു. ഈ 51% അനുവദിച്ചത്. അനുവദിക്കേണ്ടടുത്ത് 32%, 17-ൽ 11 മാത്രം. നിങ്ങൾക്കറിയാം, 19% DA നിഷേധിച്ചാൽ 4370 മുതൽ 31,000 വരെ ഒരു മാസത്തെ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളത് ഈ സമരത്തിന്റെ ആവശ്യമായിട്ട് നിൽക്കുന്നു.
1,32,000 മുതൽ 9,64 വരെ ജീവനക്കാരുടെ ശമ്പളം അത് പെൻഡിങ്ങിലാണെന്ന് പറയുന്നു. ലീവ് സറണ്ടറിന്റെ കാര്യം, അതുപോലെ തന്നെ 2 ഗഡുവാണ് ഇപ്പൊ രണ്ടാം പിണറായി സർക്കാർ ഈ 43 മാസത്തിനിടക്ക് അനുവദിച്ചത് എന്ന് പറയുമ്പോ എവിടേക്കാണ് ഈ സംസ്ഥാനത്ത് ഇവർ കൊണ്ടുപോയത് എന്നുള്ളത് ജനങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നു, പണിമുടക്കാനുള്ള വ്യഗ്രത കൊണ്ടല്ല, പണിയെടുക്കാൻ അനുവദിക്കാത്തൊരു പണിമുടക്കി സർക്കാരിനെ കൊണ്ടുണ്ടായ ഗതികേട് കൊണ്ടാണ് ഈ സമരം ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ചെയ്യേണ്ടി വന്നത്. നാട്ടിലെ ജനങ്ങൾക്ക് സേവനം നടത്തുന്ന ആളുകളാണ്. ആ വിഭാഗത്തിനോടൊപ്പം ഞങ്ങളുണ്ട്. ഈ ഇന്ത്യയുടെ ജനാധിപത്യ പ്രസ്ഥാനമുണ്ട്. കേരള നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഇന്ന് പ്രിയങ്കരനായ PC വിശ്വനാഥ് MLA ഈ ജീവനക്കാർക്ക് വേണ്ടി ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതെന്ന് നിങ്ങൾ കാണുന്നുണ്ട്. നിയമസഭക്കകത്തും പുറത്തും സെറ്റോ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായി നിലയുറപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമരാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് സെറ്റോ, ജയ് കോൺഗ്രസ് പാർട്ടി.